ക്ലാസ്സിന് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ പറഞ്ഞു നിർത്തിയപ്പോൾ അതിനോടൊപ്പം പറയേണ്ടിയിരുന്ന കാര്യമായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ മുമ്പ് പഠിക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പഠിക്കാറുണ്ടായിരുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇമേജിനറി ആയിട്ടുള്ള ലൈൻസ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ഇമേജിനറി ലൈൻസിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇമേജിനറി ലൈൻസ് എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ഇമേജിനറി ലൈൻസിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് അതൊരു ഇമേജിനറി ലൈനാണ്. ആ ഇമേജിനറി ലൈൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫാരഡെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അത് എൻഡ് ചെയ്യുന്നത് നെഗറ്റീവിലായിരിക്കും. അതായത് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മൂവ് ചെയ്യുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിൽ. അപ്പൊ ഒറിജിനേറ്റ് ചെയ്യുന്നത് പോസിറ്റീവിലാണ്, അത് എൻഡ് ചെയ്യുന്നത് നെഗറ്റീവിലാണ്. ഇനിയിപ്പോ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആവണമെന്നില്ല, അതെന്താവാം? കർവ്ഡ്. അപ്പൊ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് ഇത് വേണമെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ കർവ്ഡ് ആയിരിക്കാം. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടും വരാം, അല്ലെങ്കിൽ കർവ്ഡ് ആയിട്ടും എന്ത് ചെയ്യാം? ഒക്കെ വരാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് പോസിറ്റീവിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു, നെഗറ്റീവിൽ എന്ത് ചെയ്യുന്നു? എൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഇത് സ്ട്രെയിറ്റ് ലൈൻ ആവാം, അല്ലെങ്കിൽ എന്താവാം? കർവ്ഡ് ആയിട്ട് മാറാം. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യാറില്ല. അതായത് നമ്മൾ രണ്ട് ലൈൻ വരയ്ക്കുമ്പോൾ ഒരു ലൈൻ ഇങ്ങനെയും മറ്റൊരു ലൈൻ ഇങ്ങനെയും പാസ് ചെയ്ത് പോരും. നോക്കിയിട്ട് ഈ പോയിന്റിൽ വെച്ച് ഇവിടെ എന്ത് നടന്നു? ഇന്റർസെക്ഷൻ നടന്നു. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ പരസ്പരം എന്ത് ചെയ്തു? ഇന്റർസെക്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത്, പോയിരിക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യില്ല. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ അത് നാലാമത്തെ പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ, ഇതിപ്പോ ഈ പോയിന്റ് ആണ്. ഈ പോയിന്റിൽ ഞാൻ ടാൻജന്റ് വരച്ചാൽ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനെയാണ് അത് റെപ്രസെന്റ്. ഏത് പോയിന്റിലാണോ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഏത് പോയിന്റിലാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാൻജന്റ് വരയ്ക്കുന്നത്, ആ ടാൻജന്റ് എന്ന് പറയുന്നത് ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനാണ് റെപ്രസെന്റ്. ഇപ്പൊ നമ്മൾ നോക്കി, ഞാൻ ഇവിടെ വരച്ചു, അതുപോലെ ഇവിടെ വരച്ചാൽ ഈ പോയിന്റിൽ എനിക്ക് ടാൻജന്റ് എങ്ങനെ, അതുപോലെ ഇങ്ങനെ ഒരു പോയിന്റിൽ രണ്ട് ടാൻജന്റ്, അല്ലെങ്കിൽ ഈ ടാൻജന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനാണ്. ഒരു പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ ഒരിക്കലും പോസിബിൾ അല്ല. ഏതെങ്കിലും ഒരു പോയിന്റ് രണ്ട് ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നത് പോസിബിൾ അല്ല. അപ്പൊ ഇതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല എന്ന് പറയുന്നത്. അപ്പൊ 4 പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തേത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇത് സ്ട്രെയിറ്റ് ലൈൻ ആവാം, അല്ലെങ്കിൽ കർവ് ആവാം. മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് നെവർ ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ഈച്ച് അതർ. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ടാൻജന്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, നമ്മുടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എടുത്താൽ എന്താ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്? ആ ഫീൽഡില് എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഒരേപോലെ യൂണിഫോം ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് വരുന്നതാണ് എന്താ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പാരലൽ.
ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാരലൽ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? പാരലൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്തേക്കുക. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ പറയാം. 6ാമത്തെ പോയിന്റ് ആണ്. പോയിന്റ് ഇങ്ങനെയാണ്. നമ്മളിവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പറഞ്ഞു. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വളരെ ചേർന്നാണ് ഇരിക്കുന്നതെങ്കിൽ, അതിപ്പം യൂണിഫോം എന്നല്ല, ഏതായിരുന്നു നമ്മൾ വരയ്ക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വളരെ ചേർന്നിരിക്കുന്നുവെങ്കിൽ ആ പോയിന്റുകളിൽ അല്ലെങ്കിൽ ആ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വളരെ ക്ലോസ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കാണപ്പെടുന്നുവെങ്കിൽ ആ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അവിടുത്തെ ക്ലോസ്നെസ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ക്ലോസ്നെസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെയാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 6 പോയിന്റാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് അത് സ്ട്രെയിറ്റ് ലൈൻ ആകാം അല്ലെങ്കിൽ കർവ്സ് ആകാം. മൂന്നാമത്തെ പോയിന്റ് നെവർ ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ഈച്ച് അതർ. 4ാമത്തെ പോയിന്റ് എന്താ? ടാൻജന്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയുടെ ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അവിടെ ഫീൽഡ് ലൈൻസ് വരുന്നത് പാരലൽ ആയിട്ടായിരിക്കും. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് അതിന്റെ ക്ലോസ്നെസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ സ്ട്രെങ്തിനെയാണ് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ പ്രോപ്പർട്ടിയുമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓർമ്മിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയേണ്ടത്, ഇലക്ട്രിക് ഫ്ലക്സ് പറയാം. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മുടെ സൂചിപ്പിക്കുന്ന അക്ഷരം ഫ്ലക്സ് ഫൈ ആണ്. ഫ്ലക്സ് സൂചിപ്പിക്കുന്ന സിമ്പിൾ ഏതാണ്? ഫൈ ആണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാല് നമ്മളൊരു പർട്ടിക്കുലർ ഏരിയ എടുക്കാം. ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കുമ്പോൾ ആ പർട്ടിക്കുലർ ഏരിയയിലൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണോ പാസ് ചെയ്തു പോകുന്നത്, ആ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ ടു എ പർട്ടിക്കുലർ ഏരിയ. കറക്റ്റ് പെർപെൻഡിക്കുലർ, നമ്മൾ എടുക്കുന്ന ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്ത് പോകുന്നത്. അതിനെയാണ് എന്ത് പറയാം? ഇലക്ട്രിക് ഫ്ലക്സ്. ഇപ്പൊ ഉദാഹരണം നോക്കിക്കൊള്ളാം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. പക്ഷെ ഇവിടെ നമുക്കറിയാം ഇത് വരച്ചേക്കുന്നത് എന്താ? സർഫസ് എന്ന് കുറച്ച് ചരിഞ്ഞായിരിക്കുന്നത്. നമ്മുടെ സർഫസിന്റെ അല്ലെങ്കിൽ ആ ഏരിയയുടെ ഡയറക്ഷൻ ഇതാണ്. ഞാൻ ഡി എസ് എന്ന് എടുത്തിരിക്കുന്ന ഏരിയ ഡി എസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. അപ്പോ ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ ടു എ പർട്ടിക്കുലർ ഏരിയ. അല്ലെ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഏരിയ ഇങ്ങോട്ടായിരുന്നു, അതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് അതേ ഇതിൽ എന്ത് ചെയ്യണം? ഈ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യണം? വരണം. പക്ഷെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ചരിഞ്ഞാ പോയിരിക്കുന്നത്. ഞാൻ ഇവിടെ ആംഗിൾ തീറ്റ എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 2 കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കമ്പോണൻസ് ആയിട്ട് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഈ ഇവിടെ ഇരുന്ന ഈ ഇലക്ട്രിക് ഫീൽഡിന് എന്ത് ചെയ്യാണ്? 2 കമ്പോണന്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെ എന്ത് ചെയ്യാം? ഏരിയ ഡിവൈഡ് ചെയ്താലും മതി. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡിനെ ഡിവൈഡ് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഈ ഡയറക്ഷൻ, അതായത് ആംഗിളിനോട് ചേർന്ന് വരുന്ന ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ കോസ് തീറ്റ ആയിരിക്കും. ഈ കോസ് തീറ്റ അല്ലെ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് ഈ സൈൻ തീറ്റ ആണ്. ആംഗിളിനോട് ചേർന്ന് വരുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഈ കോസ് തീറ്റ. എങ്കിലും എന്ത് ചെയ്യാവുള്ളൂ? നമ്മുടെ ഏരിയയുടെ അതേ ഡയറക്ഷൻ അല്ലെങ്കിൽ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുള്ളൂ? വരുള്ളൂ. അപ്പൊ ഡി എസ് എന്ന് പറയുന്ന ഏരിയ ആണ്. ഇവിടുത്തെ ഇയെ ഞാൻ കമ്പോണന്റ് ആക്കി മാറ്റി. ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഈ കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഡി എസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയയിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ആയതുകൊണ്ട് അതിന് ഞാൻ ഡി ഫൈ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഡി ഫൈ എന്ന് പറയുന്നത് ഈ കോസ് തീറ്റ ഇൻറ്റു ഡി എസ്. അതായത് ഞാൻ ഇങ്ങനെ എഴുതുന്നു, കോസ് തീറ്റ വരുന്നത്, അതുകൊണ്ട് ഈ ഡോട്ട് ഡി എസ്, ഈ ഡോട്ട് ഡി എസ്, ഡി ഫൈ ഈക്വൽ എന്ന് എഴുതാം, ഈ ഡോട്ട് ഡി എസ് എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഫ്ലക്സ് ആണ്. വേണ്ടത് എന്താണ്? ടോട്ടൽ ഫ്ലക്സ് ഫൈ. ടോട്ടൽ ഫ്ലക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്.
അപ്പൊ ടോട്ടൽ ഫ്ലക്സ് ഫൈ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ്. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഓർമ്മിച്ചുകൊള്ളുക. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് പെർപെൻഡിക്കുലർ ടു എ പർട്ടിക്കുലർ ഏരിയ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണോ പാസ് ചെയ്യുന്നത് ആ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് എന്ത് പറയുക, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഏരിയ നോക്കി, ഡി എസ് എന്ന് പറയുന്ന ഏരിയ ആണ്, പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഈ ഡി എസിന്റെ അതേ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് വേണം. അതിനായിട്ട് ഞാൻ എന്ത് ഇതിന്റെ കമ്പോണന്റ് ആയിട്ട് മാറ്റി ഇ എ കമ്പോണന്റ് ആക്കുമ്പോൾ ഇവിടെ ആംഗിളിനോട് ചേർന്ന് തന്നെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് വരിക. അതുകൊണ്ട് ഇ കോസ് തീറ്റ. അപ്പൊ ഡി ഫൈ വളരെ ചെറിയ ഡി എസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയക്ക് എടുത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, അവിടെയുള്ള ചെറിയ ഫ്ലക്സ് അല്ലെ. അതുകൊണ്ട് ഡി ഫൈ നൽകുന്നു. ഡി ഫൈ ഈക്വൽ ടു ഇ കോസ് തീറ്റ ഇൻറ്റു ഡി എസ്. ഈ കോസ് തീറ്റ ഡി എസ് അല്ലെ, ഈ ഡി എസ് കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ ഡോട്ട് ഡി എസ് ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഡി ഫൈ ഇന്റഗ്രൽ ആണ് ഫൈ എന്ന് പറയുന്നത്. ഫൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇനി ഇതിന്റെ യൂണിറ്റ് എന്ന് പറയാം. യൂണിറ്റ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് അറിയാം, ന്യൂട്ടൺ പെർ കൂളോം ആണ്. അപ്പൊ ഇവിടെ വരുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം ആണ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം ആയിട്ട് എന്ത് ചെയ്യാം എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ന്യൂട്ടൺ പെർ കൂളോം. പിന്നെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഡി എസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഏരിയ ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്താണ്, മീറ്റർ സ്ക്വയർ. അപ്പൊ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം ആണ്. ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതായത് അതിന് എന്തില്ല, ഡയറക്ഷൻ ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതിനോടൊപ്പം ഓർമ്മിച്ചു പോകുക. ഇനി ഇതിൽ ഉപയോഗിച്ച് നമ്മൾ അടുത്ത് പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ഡൈപോൾ എന്ന് പറയുന്ന ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്ന സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ രണ്ട് ചാർജ് എടുക്കാം. രണ്ട് ചാർജ് നോക്കുക, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും എടുക്കും. ക്യൂ എന്ന് എടുക്കാം, ഒരു പ്ലസ് ക്യൂ ഉണ്ട്, പിന്നെ എന്താ ഒരു മൈനസ്. രണ്ട് ചാർജ് രണ്ടും ഈക്വലാണ്, ഈ എമൗണ്ട് ഈക്വലാണ്. ഇത് ക്യൂ ആണെങ്കിൽ ഇത് എന്താണ്, ക്യൂ ആണ്. പക്ഷെ എന്താണ്, ഒന്ന് പോസിറ്റീവ് ആണ്, അതേസമയം മറ്റത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇതിനൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറ്റി വെച്ചേക്കാം. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസിന് ഞാൻ 2a ആണ്. ഇപ്പൊ രണ്ട് ചാർജ് ഉണ്ട്, രണ്ട് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ സെയിം അല്ല. ഒന്ന് പോസിറ്റീവ് ആണ്, എന്താണ്, മറ്റേത് നെഗറ്റീവ് ആണ്. അതിനൊരു ചെറിയ ഡിസ്റ്റൻസ്, വളരെ ചെറിയൊരു ഡിസ്റ്റൻസിനെയാണ് ഞാൻ ചെയ്യുന്നത് 2a എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ചാർജിനെ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡൈപോൾ. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നതാണ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ദിസ് അറേഞ്ച്മെന്റ്, ഈ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മൊമെന്റ് ഉണ്ടാകും. അങ്ങനെ പറയുന്ന പേര് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകും. ഇങ്ങനെ ഡൈപോൾ ഉണ്ടാക്കുമ്പോൾ ഈ ഡൈപോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അറേഞ്ച്മെന്റ് കാരണം ഇവിടെ എന്തുണ്ടാവും, ഒരു മൊമെന്റ് ഉണ്ടാകുന്നുണ്ട്. അതിനെ പറയുന്ന പേര് ഡൈപോൾ മൊമെന്റ് എന്ന് പറയും. ഡൈപോൾ മൊമെന്റ് എന്നാ പറയുക. അപ്പൊ ഡൈപോൾ മൊമെന്റ് സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് പി ആണ്. പി പൊതുവെ ഉപയോഗിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് പി ആണ്. പി കണ്ടുപിടിക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. പി എന്ന് പറയുന്നത് നമുക്ക് എടുത്തിരിക്കുന്നത്, നമ്മൾ ഇവിടെ രണ്ടിടത്തും എടുത്തിരിക്കുന്നത് ഒരേ ചാർജാണ്, ഓപ്പോസിറ്റ് ആണെന്നേ ഉള്ളൂ, ഒരേ ചാർജ്. അതിൽ ഏതെങ്കിലും ഒന്നിന്റെ മാഗ്നിറ്റ്യൂഡ്, മാഗ്നിറ്റ്യൂഡ് ഞാൻ ക്യൂ എന്നുള്ളത്, പ്ലസ് ക്യൂ ആണ് ക്യൂ എന്നുള്ളത്, ഏതെങ്കിലും ഒന്നിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് പി ഈക്വൽ എന്താണ്, ക്യൂ ഇൻറ്റു. അപ്പൊ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദി ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസ്. അപ്പൊ രണ്ട് ചാർജ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ചാർജ് എടുത്തിട്ടുണ്ട്. അവയെ ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇങ്ങനൊരു ഡൈപോളിൽ ഡൈപോൾ മൊമെന്റ് ഉണ്ടാകും. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജ്, ഏതെങ്കിലും ഒന്നിന്റെ ചാർജ്, പിന്നെ എന്താണ്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റ് ആയിരിക്കും ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് എങ്ങനെ വരും, നമുക്ക് ചാർജിന്റെ യൂണിറ്റ് എന്താണ്, കൂളോം ആണ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, സെന്റിമീറ്റർ എന്ന് വായിക്കുന്നത്. ഇത് കൂളോം മീറ്റർ ആണ്, കൂളോം മീറ്റർ. അപ്പൊ ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോം മീറ്റർ ആണ്. എന്താണ്, കൂളോം മീറ്റർ.
ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഡൈപോളിന്റെ കാര്യത്തിൽ ഓർമ്മിച്ചു. അപ്പൊ ഡൈപോൾ എന്ന് പറയുന്നത് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്, ദെൻ ദ അറേഞ്ച്മെന്റ് ഈസ് കോൾഡ് ഡൈപോൾ. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസ്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൂളോമീറ്റർ ആണ്. ഡിസ്റ്റൻസ് എന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോമീറ്റർ ആണ്. ഇതിന്റെ ഡയറക്ഷൻ കൂടെ ഓർമ്മിച്ചു. സാധാരണ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. എന്നാൽ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇതിൽ ഡൈപോളിന് നമുക്ക് രണ്ട് ഡെറിവേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത് പഠിക്കാനുള്ളത്. ഒന്ന്, നമ്മളൊരു ഡൈപോൾ എടുക്കുന്നു. ഡൈപോൾ എടുത്തതിന് ശേഷം ഡൈപോളിന് ചുറ്റും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ട്. ഡൈപോളിന് ചുറ്റും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുക? ഇന്റൻസിറ്റി എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. അപ്പൊ ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് പോയിന്റ് ആണ് എന്ത് ചെയ്യുക വരിക. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആക്സിയൽ പോയിന്റ് ആണ്. അതായത് നമ്മളിപ്പോ ഒരു ഡൈപോൾ എടുത്തിരിക്കുന്നു. ഈ ഡൈപോളിന്റെ ആക്സിസ് ഉണ്ടല്ലോ, ഈ ആക്സിസിൽ അതേ ഇതിൽ വരുന്ന ഒരു പോയിന്റ് വരും, അങ്ങനെ ആക്സിയൽ പോയിന്റ്. അതേസമയം എന്തും വരാം ഇക്വിറ്റോറിയൽ പോയിന്റ്, അതായത് ഇത് മുകളിലോട്ട് വരുന്ന അല്ലെങ്കിൽ താഴോട്ട് വരുന്ന പോയിന്റ് എന്ത് ചെയ്യാം വരാം. അപ്പൊ ഒരു ഇലക്ട്രിക് ഡൈപോൾ നമുക്ക് രണ്ട് പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ആക്സിയൽ പോയിന്റ് ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇക്വിറ്റോറിയൽ പോയിന്റ്, മുകളിലോട്ടല്ല പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് എന്ത് ചെയ്യാം വരാം. ഇവിടെ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആക്സിയൽ പോയിന്റിന്റെ കാര്യം എന്ത് ചെയ്യണം പറയാം. നമ്മളിവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ഡൈപോൾ അറ്റ് ഇറ്റ്സ് ആക്സിയൽ പോയിന്റ്. ആക്സിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു കുറച്ച് വലിപ്പമുള്ള ഡെറിവേഷൻ ആണ്. ഞാൻ സൈഡിൽ ചെറുതായിട്ട് എന്ത് വരയ്ക്കും കേട്ടോ. അതിനുള്ള ഒരു ഡൈപോൾ എടുക്കുന്നു. ഇതാണ് ഡൈപോൾ, മൈനസ് ക്യൂ പ്ലസ് ക്യൂ ഡൈപോളാണ്. ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a. ഒരു ഡൈപോൾ എടുക്കുന്നു. ഡൈപോളിന്റെ സെന്റർ കണ്ടല്ലോ, ഇതിന്റെ ഡിസ്റ്റൻസ് 2a ആണ്. ഇതിന്റെ സെന്റർ പോയിന്റ് ആണ് O. ഈ സെന്റർ പോയിന്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, അപ്പൊ R ഡിസ്റ്റൻസ് എടുക്കാം. R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് എടുക്കാം. സെന്ററിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയാണ്. പോയിന്റ് P എന്ന്. എനിക്ക് ഇതാണ് ആക്സിയൽ പോയിന്റ്. ഈ ആക്സിൽ വരുന്ന പോയിന്റ് ആണ് ഇത് P എന്ന് പറയുന്നത്. അപ്പൊ ഈ P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക. P എന്ന് പറയുന്ന പോയിന്റിലുള്ള എന്ത് കണ്ടുപിടിക്കണം? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നോക്കേണ്ടത് ഈ P എന്ന് പറയുന്ന പോയിന്റ് ആരൊക്കെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാം? ഒന്ന്, നമ്മുടെ ഈ മൈനസ് ക്യൂ അല്ലെ, ഇവിടെ എന്തുണ്ടാക്കും? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാക്കും. അതേപോലെ എന്താ പ്ലസ് ക്യൂവും ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാകും. ഞാൻ ഡൈപോളിന് പേര് കൊടുക്കാം, AB എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മൈനസ് ക്യൂ ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഞാൻ എടുക്കുന്നു EA ഈക്വൽ ടു എങ്ങനെ എഴുതാം? നമ്മുടെ സാറിന് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചതാണ്. 1/4πε0. പിന്നെ വരുന്നത് ക്യൂ അല്ലെ, ചാർജ് മൈനസ് ക്യൂ ആണ്ട് മൈനസ് ക്യൂ കൊടുക്കും. ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് എത്രയാ? A മുതൽ P വരെയാണ് വരുന്നത്. ഈക്വൽ ടു 1/4πε0 മൈനസ് ക്യൂ ഇവിടെ ഉണ്ട്. AP, A മുതൽ P വരെയുള്ള ദൂരം നമുക്ക് വേണം. ഇതാ സെന്ററിൽ നിന്ന് P വരെയുള്ള ദൂരം 6 എന്നറിയാം. ഇത്രയും കൂടെ കൂട്ടിയാ പോരെ. ABയുടെ ലെങ്ത് 2a ആണ്. AB എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ആണ്. അപ്പൊ പകുതി എന്ന് പറയുന്നത് ABയുടെ പകുതി എത്ര അല്ലെ? അതെന്ന് പറയുന്നത് എന്തായിരിക്കും? A ആയിരിക്കും. AB എന്ന് പറയുന്ന ഡൈപോളിന്റെ ലെങ്ത് 2a ആണ്. അതിന്റെ പകുതി എന്ന് പറയുന്നത് A ആയിരിക്കും, ആണല്ലോ. അപ്പൊ ഞാൻ AP ഞാൻ എങ്ങനെ എഴുതുന്നു? ഇത്രയും 6 ആണ്. പിന്നെ ബാക്കി ഇത്രയും എന്ന് പറയുന്നത് എന്താണ്? A ആണ്. അപ്പൊ ഞാൻ എഴുതുന്നു R+A. ഇതുപോലെ B എഴുതാമല്ലോ അല്ലെ. എയും ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, ബി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പൊ ടോട്ടൽ വേണ്ടി രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഈ B എഴുതിയാൽ 1/4πε0 പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് എന്താണ്? BP².
ഡിസ്റ്റൻസ് ബി പി. ബി മുതൽ പി വരെയുള്ള ദൂരമാണ്. അപ്പൊ ബി പി സ്ക്വയർ ആണ്. ബി പി എന്ന് പറയുമ്പോൾ ഇത്രയും ആണ് വേണ്ടത്. അത്രയും ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് ടോട്ടൽ ഇത്ര എടുത്തു കഴിഞ്ഞാൽ 6 ആണ്. അതിൽ നിന്ന് നമുക്ക് ഇത്രയും കുറച്ചാൽ അല്ലെ ഒ പിയിൽ നിന്ന് ഒ ബി കുറച്ചാൽ ബാക്കി ഇത്രയും കിട്ടും. അതുകൊണ്ട് ഞാൻ ഇതിനെ എഴുതുന്നു 1/4πε0 മാറ്റമൊന്നുമില്ല. പ്ലസ് ക്യൂ അതുപോലെ കിടക്കട്ടെ. ബാക്കി ബി പിക്ക് പകരം ബി പിക്ക് വരെ ടോട്ടൽ ഞാൻ 6 ആണ്. 6ൽ നിന്ന് എന്ത് ചെയ്യണം? ഇത്രയും കുറയ്ക്കണം. ഇത്രയും എന്ന് പറയുന്നത് എ ആണ് അല്ലെ, ഡൈപോളിന്റെ പകുതിയാണ്. അപ്പൊ R - A. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ബി. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ E = A + E. എന്റെ കൂടെ ആഡ് ചെയ്യണം. 1/4πε0 - Q divided by R plus A the whole square plus 1/4πε0 Q divided by R minus A. ശേഷം നമുക്ക് കോമൺ ആയിട്ടുള്ളതിനൊക്കെ പുറത്തെടുക്കാം. കോമൺ ആയിട്ട് വരുന്ന 1/4πε0 രണ്ടിനും കോമൺ ആണ്. പിന്നെ ഒരു Q കോമൺ. അപ്പൊ ഞാൻ എഴുതുന്നു Q/4πε0 കോമൺ. ബാക്കി വരെ നോക്കിയാൽ ഇവിടെ വരുന്നത് -1/R plus A the whole square. ഇവിടെ +1/R minus A the whole square. എനിക്ക് മൈനസ് ടേം ആദ്യം എഴുതുന്നതിനേക്കാൾ ഭംഗി എന്താണ് രണ്ടാമത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം വരുന്ന ഇവിടുത്തെ -1/R plus A the whole square അപ്പുറത്ത് എഴുതാണ്. ഇതിനെന്ത് ചെയ്യാണ്? ഫ്രണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ എഴുതുന്നു? 1/R minus A the whole square -1/R plus A the whole square. മനസ്സിലായല്ലോ? ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. കോമൺ ആയിട്ട് എടുത്തതിന് ശേഷം ഇവിടെ എന്താണോ ഇത് മൈനസ് ടേം ആണ്, ഇത് പ്ലസ് ടേം ആണ്. അപ്പൊ മൈനസ് ടേമിന് രണ്ടാമത്, പ്ലസ് ടേമിന് ആദ്യം എന്ന് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത് വരുന്നത് ഇതിനെ ക്രോസ് ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ E = Q divided by 4πε0 അതുപോലെ ബാക്കി വരുന്നത് ക്രോസ് ചെയ്യാണ്. ക്രോസ് ചെയ്യുമ്പോൾ R plus A whole square minus R minus A the whole square divided by R plus A into R minus A. Sorry, square. ഇങ്ങനെയാണ് ആണല്ലോ. വേണമെങ്കിൽ രണ്ടിലെ സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയർ ഞാൻ എന്ത് ചെയ്യാം? രണ്ടിലെ സ്ക്വയറിന് എന്ത് ചെയ്യാം? ഒരുമിച്ച് എന്ത് ചെയ്യാം? പുറത്തായിട്ട് Q divided by 4πε0. ഇത് നോക്കി A plus B അല്ലെ. ഇവിടെ നോക്കിയ ഇതിന് ഞാൻ R plus A R plus A എന്നുള്ള ഒരൊറ്റ ടേം ആണ്. R minus A എന്നുള്ളത് വേറെ ഒരൊറ്റ ടേം. അപ്പോ ഇത് A², ഇതൊരൊറ്റ ടേം ആണ്. A² minus B² ഫോർമാറ്റ്. R plus A ഒരൊറ്റ ടേം ആയിട്ടും അതുപോലെ R minus A ഒരൊറ്റ ടേം ആയിട്ട് എടുത്താൽ ഇതെന്ന് പറയുന്നത് ഫോർമാറ്റ് കിടക്കുന്ന ഇതാണ് A² minus B² ഫോർമാറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പാൻഷൻ വരിക A² minus B² എന്താണ്? A plus B into എന്താ പറയുക? A². എയും ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എഴുതാം A² minus B² എന്ന് പറയുമ്പോ A plus B into A minus അല്ലേ? അപ്പൊ ഞാൻ അതുപോലെ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് R plus C plus B plus R minus E. അതുപോലെ ഇൻറ്റു അത് A എന്ന് പറയുന്നത് R plus A മൈനസ് R minus മൈനസ് ബ്രാക്കറ്റിനകത്താണ് R minus. അപ്പൊ മൈനസ് R, ഈ മൈനസ് അകത്തോട്ട് എടുക്കുമ്പോൾ എന്താവും? പ്ലസ് ആർ. മനസ്സിലായോ? A R plus A മൈനസ് ബ്രാക്കറ്റിനകത്താണ് എന്ത് ചെയ്യുന്നത്? R minus A എന്ന് വരുന്നത്. ആ മൈനസ് അകത്തോട്ട് എടുക്കുമ്പോൾ R മൈനസ് ആവും, A എന്താവും? പ്ലസ് ആയിട്ടാണ്. അപ്പം R plus A മൈനസ് R plus A ആയിട്ടാണ് ഡിവൈഡഡ് ബൈ ഇത് നോക്കി. ഇത് നമുക്ക്
ആർ പ്ലസ് എ ഇൻറ്റു ആർ മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റ്. അതുകൊണ്ട് ഞാൻ എഴുതുന്നു ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. പുറത്തൊരു ഹോൾ സ്ക്വയർ ഓൾറെഡി. ഓക്കെ ആണല്ലോ, സംശയം എന്താ? ഇവിടെ വെട്ടിപ്പോകുന്ന ഏതൊക്കെ വെട്ടിപ്പോകും? ഇവിടെ മൈനസ് എയും പ്ലസ് എയും ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ ഇവിടെ വരുമ്പോ മൈനസ് ആറും പ്ലസ് ആറും ക്യാൻസൽ. ബാക്കി വരുന്നത് ക്യൂ ഡിവൈഡഡ് ബൈ 4πε0. ക്യൂ ഡിവൈഡഡ് ബൈ 4πε0. ബാക്കി വരുന്നത് 2r അല്ലേ, 2r ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇവിടെ Q ഇൻറ്റു 2a. Q ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ എന്താ? P ആണ്. Q ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ എന്താണ്? P ആണ്. അപ്പൊ ഞാൻ എഴുതുന്നു 1/4πε0 എന്താ എഴുതാം? Q ഇൻറ്റു 2a അല്ലെ. ബാക്കി വരുന്നത് 2PR. Q ഇൻറ്റു 2a PR. ബാക്കി 2r ഉണ്ട്. 2r ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇവിടെ ഞാൻ കണ്ടീഷൻ പറയുകയാണ്. കണ്ടീഷൻ ഇങ്ങനെയാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഡൈപോളിന്റെ ലെങ്ത് ആണ് 2a. അല്ല, അതൊരു ചെറിയ ലെങ്ത് ആണ്. അപ്പൊ എ എന്ന് പറയുമ്പോൾ അതിന്റെയും പകുതിയാണ്. അതൊരു വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. നമ്മൾ മീറ്ററിലൊക്കെ പറയുമ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. 0.00 സംതിങ് എന്നൊക്കെ വരും. അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് തീരെ ചെറുതാണ്. എ എന്ന് പറയുന്നത് ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ്. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് എന്ത് ചെയ്യും? മാറും. അങ്ങനെ വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയി മാറുന്നത് കൊണ്ട് എ സ്ക്വയറിനെ അപ്രോക്സിമേറ്റ്ലി എന്തായിട്ട് എടുക്കുന്നു? 0. അങ്ങനെ എഴുതിയാൽ E ഈക്വൽ ടു എഴുതാം. E ഈക്വൽ ടു 1/4πε0 വരും. ബാക്കി 2PR മാറ്റമില്ല. എ സ്ക്വയർ എഴുതേണ്ട ആവശ്യമില്ല, 0 ആയിരിക്കും. ബാക്കി വരുന്നത് r/4 എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ഒരാറും എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ഇവിടെ 3. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെ വരുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈക്വൽ ടു 1/4πε0 2p ഡിവൈഡഡ് ബൈ r3. അപ്പോ ഡൈപോള് കാരണം ആക്സിയൽ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് ഈക്വൽ ടു 1/4πε0 2p ഡിവൈഡഡ് ബൈ r3. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണ്? വെക്ടർ ആണെന്നറിയാം. ഇത്രയും കാര്യമാണ് എന്ത് ചെയ്യുന്നത്? ആക്സിയൽ പോയിന്റ് ഡെറിവേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്?